കൈപ്പുഴ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാടൻ ചൂണ്ടയിടയിൽ മത്സരം സംഘടിപ്പിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയ കൈപ്പുഴക്കാറ്റ് പാടശേഖര മേഖലയിലും സമീപ പുഴകളിലുമായാണ് ഗ്രാമീണ വിനോദമായ ചൂണ്ടയിടയിൽ മത്സരം സംഘടിപ്പിച്ചത്. തുടർച്ചയായ 4ാമത് വർഷമാണ് ക്ലബ്ബ് കൈപ്പുഴക്കാറ്റിൽ നാടൻ ചൂണ്ടയിടയിൽ മത്സരം സംഘടിപ്പിച്ചത്. വലിയ സമ്മാനങ്ങളാണ് മത്സരാർത്ഥികൾക്ക് ക്ലബ്ബ് ഓഫർ ചെയ്തത്. ഞായറാഴ്ച നടന്ന മത്സരത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനദാനവും മന്ത്രി നിർവഹിച്ചു. നമ്മുടെ ഈ മേഖല വലിയ രൂപത്തിൽ കൈപ്പുഴക്കാറ്റ് നാട് ശ്രദ്ധിക്കുന്ന രൂപത്തിലേക്കുള്ളൊരു ടൂറിസ്റ്റ് സങ്കേതമായി ഭാവിയിൽ മാറാനിടം. ഇവിടെ നമുക്കിപ്പോൾ ഉള്ളൊരു പ്രശ്നം സ്ഥലപരിമിതിയാണ്. ഇപ്പൊ ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ സ്ഥലം നിലവിലില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് ഇപ്പൊ ചില ആളുകൾ സൗജന്യമായി തരാനൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തി ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി പശ്ചാത്തല സൗകര്യങ്ങൾ വിപുലീകരിക്കാനും സഞ്ചാരയോഗ്യമായ പാത പഞ്ചായത്തിന്റെ തന്നെ റോഡെങ്കിലും അവർക്ക് എല്ലാ സഹായങ്ങളും നൽകാൻ ടൂറിസം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ കൂടി വരുമ്പോൾ അത് നമുക്ക് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത ചൂണ്ടയിടയിൽ മത്സരം ഇത് സാധാരണ ഒരു വിനോദോപാധിയായി മാത്രമേ ഇവിടെ കണ്ടിരുന്നുവെങ്കിൽ സംസ്ഥാന തലത്തിലും ഒരുപക്ഷെ നാളെ ദേശീയ തലത്തിലും ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേർന്നാൽ സ്വദേശികളും വിദേശികളുമായി വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുമ്പോൾ നമ്മുടെ ഗ്രാമത്തിന്റെ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിന്റെ ശാരീരസുന്ദരമായ അന്തരീക്ഷത്തെ ആസ്വദിക്കാൻ കടന്നു വരുന്നവർക്കെല്ലാം ജലം കാണുമ്പോൾ വള്ളത്തിൽ കയറാനും അതിൽ ചൂണ്ടയിടാനും ഒക്കെ ഉള്ള മോഹങ്ങളാണ് അവരുടെ മുന്നിലെ വിനോദോപാധികൾ. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ജോമൻ, പഞ്ചായത്ത് മെമ്പർമാരായ PD ബാബു, ലൂയി മേടി, ലൂക്കോസ് തോമസ്, യുവ ക്ലബ് ഭാരവാഹികളായ അഭിജിത്ത് രവീന്ദ്രൻ, ബിനോയ് PK തുടങ്ങിയവർ പ്രസംഗിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് മത്സരത്തിൽ പങ്കുചേരുന്നതിനും കാണുന്നതിനുമായി എത്തിയത്.